എബ്രായലേഖനം 11-ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന്റെ വിശദീകരണം നമുക്ക് കേൾക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. രണ്ടാമതായിട്ട് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പ്രദർശനമാണ് 4 മുതൽ 40 വരെയുള്ളതായ അധ്യായങ്ങളിൽ. വിശ്വാസം എന്ന് പറയുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചതുപോലെ വിശ്വാസം ലോകം പറയുന്നുള്ള വിശ്വാസമല്ല, വേദപുസ്തകം പറയുന്ന വിശ്വാസം. ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു, നാം അത് ഏറ്റെടുക്കുന്നു, നാം അത് അനുസരിക്കുന്നു. പ്രത്യാഘാതങ്ങൾ നോക്കുന്നില്ല, പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ നോക്കുന്നില്ല. ദൈവം പറഞ്ഞതായതുകൊണ്ട് അതുപോലെ ഏറ്റെടുക്കുന്നതാണ് വേദപുസ്തകം നമ്മോട് കൽപ്പിക്കുന്ന വിശ്വാസം. അതിനുവേണ്ടി ത്യാഗം ചെയ്ത വിശുദ്ധന്മാരെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആദ്യ ഭാഗത്ത് നമ്മൾ ഹാബേലിനെ കുറിച്ച് 4-ാം വാക്യത്തിൽ വായിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഹാബേൽ വിശ്വാസത്താലുള്ള യാഗം അർപ്പിച്ചു, ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചു. കയ്യിനിൽ അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. ആ കാര്യം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അടുത്തത് 5-6 വാക്യങ്ങളാണ് ഹാനോക്കിനെ കുറിച്ചുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിക്കാം. എബ്രായർ 11-ന്റെ 5-ാമത്തെ 6-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും അതിനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ല. ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. 35-ന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. വിശ്വാസം എങ്ങനെയാണ് വർദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഓർത്ത പോലെ ഈ വിശ്വാസത്തിൽ വളരണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. വാക്ക് പറഞ്ഞു മാറാത്ത വിശ്വസ്തനായ ദൈവത്തോട് ചേർന്ന് നടക്കുക. Walk with the faithful. That's the only way to grow our faith. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്നാണ് നമുക്കിവിടെ വായിക്കുവാനായി സാധിക്കുന്നത്. ഹാനോക്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് നാം പ്രവേശിക്കുന്നതാണ്. എന്നാൽ അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വലിയൊരു ഡിസയർ ഉണ്ടായിരുന്നു, വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തെ അന്വേഷിക്കുവാനുള്ളതായ വലിയ ഡിലിജൻസ് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ദൈവത്തോടുകൂടെ നടക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകുന്നത് എങ്ങനെയാണ്? ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയുന്ന എങ്ങനെയാണ്? വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായി പ്രാർത്ഥന, പ്രേയർ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം സമൂഹമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, പേഴ്സണലായി ദൈവമായുള്ള സമ്പർക്കം. അത് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടൊരു സമയം വേർതിരിച്ച് അതിനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മൾ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ ദൈവത്തോട് ഇടപെടുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇടതടവില്ലാതെ പ്രാർത്ഥിപ്പീൻ. Pray without ceasing. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുവാൻ പാടില്ല. രണ്ടാമത്തെ വിഷയമാണ് മെഡിറ്റേറ്റിംഗ് ഓൺ ദ വേർഡ്. ദൈവത്തിന്റെ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യണം. ദൈവത്തിന്റെ വചനം കേട്ടു പോകുന്നവരായിട്ടല്ല, വായിച്ചു വിടുന്നവരായിട്ടല്ല. കേൾക്കുന്ന വചനം അത് മെഡിറ്റേറ്റ് ചെയ്യുവാൻ തക്കൊണ്ടിടയായി തീരണം. വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. വിശ്വാസം വളരുന്നത് വചനം ധ്യാനിക്കുമ്പോഴാണ്. കിടക്കയിൽ ധ്യാനിക്കുമ്പോൾ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ തനിയായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം വചനം ധ്യാനിക്കുന്ന നമ്മുടെ വിശ്വാസം വളരുവാനിടയായി തീരുന്നതാണ്. ആരാധന, വർഷിപ്പാണ് വേറൊരു വിഷയം. നമുക്ക് വ്യക്തിപരമായുള്ള ആരാധന, സമൂഹമായുള്ള ആരാധന. ആരാധന ദൈവത്തിന്റെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. പ്രാർത്ഥനയും മെഡിറ്റേഷനും ആരാധനയും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ, ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ലൈഫിനെ ഡിസിപ്ലിൻ ചെയ്ത് നമ്മുടെ വാക്ക്, നമ്മുടെ ഓരോ മൂവ്മെന്റ്, നമ്മുടെ ഓരോ
കാര്യങ്ങളും ഈവൻ ചിന്തകളെ പോലും അറിയുന്ന ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് നാം നമ്മെ തന്നെ അവന്റെ ശിഷ്യരാക്കി ജീവിക്കുവാനൊക്കെ ഒന്ന് ഇടയാകേണ്ടത് ആവശ്യമാണ്. പാപം നിറഞ്ഞ ഒരു ലോകത്തിൽ, വിക്കഡായിട്ടുള്ളതായ ദുഷ്ടത നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുവാനൊക്കെ ഒന്ന് ഇടയായി തീർന്നത്. ജലപ്രളയം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകുന്നതിന് മുമ്പ്, അതിനു മുമ്പേ തന്നെ ദൈവത്തിന്റെ വഴിയിൽ പ്യൂറായി വിശുദ്ധനായി ജീവിക്കുവാൻ തക്കവണ്ണം ഹാനോക്കിന് ഇടയായി തീർന്നു. അതിന്റെ ഫലമായി ദൈവം അവനെ എടുത്തുകൊണ്ടു, ട്രാൻസ്ലേറ്റഡ്, ക്യാരിഡ് അക്രോസ്, ദൈവം അവനെ എടുത്തുകൊണ്ടു എന്ന് വായിക്കുന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവം ഒരു ദിവസം അവനെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ തക്കൊന്ന് ഇടയായി തീർന്നു. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഹാബേല് ഒരു വയലന്റ് ഡെത്താണ് പ്രാപിച്ചത്. സ്വന്തം സഹോദരൻ ഖയർത്ത് തന്നെ അടിച്ചു കൊല്ലുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇവിടെ ഹാനോക്ക് മരണം കൂടാതെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. ഹാബേല് മരിച്ചു, എന്നിട്ടും ഇന്നും ജീവിച്ചിരുന്ന് സംസാരിക്കുന്നു. ഹാനോക്ക് മരിച്ചില്ല, ഇന്നും ഹാനോക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ വഴികളെല്ലാം മനസ്സിലാക്കാൻ പ്രയാസമാണ്. കഴിഞ്ഞ ആഴ്ച ഓർത്തതുപോലെ ഒരാളുടെ ജീവിതം കൊണ്ട് എല്ലാ ദൈവവൈതലിന്റെയും ജീവിതം അതുപോലെ കോപ്പി ആയിരിക്കുമെന്ന് നാം ചിന്തിക്കരുത്. ഹാബേൽ ഭക്തനായിരുന്നു, ഹാബേൽ വിശ്വാസത്തിൽ ജീവിച്ചവനായിരുന്നു. എന്നാൽ അവനൊരു വയലന്റ് ഡെത്താണ് കിട്ടിയത്. ഹാനോക്കും അതുപോലെ ഭക്തനായിരുന്നു. എന്നാൽ ഹാനോക്ക് മരണം കാണാതെയാണ് എടുക്കപ്പെടുവാൻ തക്കുന്ന ഇടയായി തീർന്നത്. അതുകൊണ്ട് മനുഷ്യരായി നമുക്ക് മനസ്സിലാക്കാൻ വിഷമമാണ്. എന്നാൽ ഞാൻ മിക്കപ്പോഴും ഓർപ്പിക്കാറുള്ള പോലെ, ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, ദൈവത്തിന് ഒരു വഴിയല്ല, 1000 വഴികളുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം പ്രയാസമേറിയതാണ്. അതുകൊണ്ട് ദൈവം നമ്മെ നടത്തുന്ന വഴി ദൈവത്തിന്റെ വഴിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹാനോക്കിന്റെ ജീവിതം ഉൽപ്രാവണത്തിന്റെ, കർത്താവിന്റെ വരവിങ്കൽ നടക്കുന്ന സംഭവവുമായി ചേർത്ത് നമുക്ക് പഠിക്കുവാൻ തക്കൊന്നും ഇടയായി തീരുന്നുണ്ട്. ഇനി ഒരല്പം കൂടെ മറ്റു വിഷയങ്ങൾ, നോഹ മുതലായ ഭക്തന്മാരെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് മുമ്പായി ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒന്നുകൂടെ അല്പം കൂടെ പഠിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഓർപ്പിച്ചതുപോലെ ഹാബേൽ മരിച്ചു, എന്നിട്ടും ജീവിക്കുന്നു. ഹാനോക്ക് മരിക്കാതെ ജീവിക്കുന്നു. ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഈ എബ്രായ ലേഖനത്തിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നാം വായിച്ചുവല്ലോ, എബ്രായർ 11-ന്റെ 5-ാമത്തെ വാക്യം. ഒന്ന്, അവന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. എന്താണ് സാക്ഷ്യം പറഞ്ഞത്? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ചുള്ള സാക്ഷ്യം ഒന്ന് അതാണ്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. രണ്ടാമതായി ഹാനോക്കിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളതാണ് മൂന്നാമത്തെ ഹാനോക്കിന്റെ വിഷയം. മരിക്കാതെ സ്വർഗത്തിൽ പോകുവാൻ ഇടയായ ചുരുക്കം ചിലരില് ഒരാളാണ് ഹാനോക്ക്. മരണം കാണാതെ എടുക്കപ്പെടുവാൻ തക്ക ഇടയായി തീർന്നു. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ, ഒരു വിശ്വാസിയുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഈ 3 അനുഭവങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക, വിശ്വാസത്തിലേക്ക് കടന്നു വരിക, കഴിഞ്ഞ കാല അനുഭവം, ദൈവത്തോട് കൂടെ നടക്കുക, ഇന്നത്തെ വർത്തമാനകാല അനുഭവം, ദൈവസന്നിധിയിലേക്ക് ദൈവം എടുക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുക, ഇനിയും നടക്കാൻ പോകുന്ന അനുഭവം. ഇതെല്ലാം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 ഇതിനകത്ത് കാണുവാനായി സാധിക്കുന്നുണ്ട്. വിശ്വാസം, അവൻ സ്നേഹം കൊണ്ട് ദൈവത്തോടു കൂടെ നടന്നത്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാശ, ഇത് 3 ഹാനോക്കിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹാനോക്ക് ജീവിച്ചിരുന്ന കാലം, ഹാനോക്ക് ജീവിച്ചിരുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലമായിരുന്നില്ല. ഹാനോക്കിന്റെ ജീവിതകാലം തന്നെ വലിയ പ്രയാസമുള്ളതായിരുന്നു.
ഹാനോക്ക് പ്രവചിച്ചതിനെ കുറിച്ച് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യൂദായുടെ ലേഖനത്തിൽ ഹാനോക്ക് പ്രവചിച്ചതിനെ കുറിച്ച് വായിക്കുന്നത് 14-15 വാക്യങ്ങളാണ്. യൂദായുടെ ലേഖനം 14-ാം വാക്യം 15-ാം വാക്യം ഒന്ന് വായിക്കാം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. തന്റെ ജീവിതകാലത്തുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഹാനോക്കിനോട് ദൈവം സംസാരിച്ച കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ കേട്ടാൽ തന്നെ അറിയാം നമ്മൾ ജീവിച്ചുള്ള ഒരു കാലമായിരുന്നു അത്. പാപികൾ, ഭക്തികെട്ട പാപികൾ, തന്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹാനോക്ക് ജീവിച്ചിരിക്കുവാൻ ഇടയായി തീർന്നത്. നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വംശാവലിയൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഹാനോക്കിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ആദാമിന്റെ പരമ്പരയിൽ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന ഒരു കൂട്ടം. ഹാബേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ശേത്തിനെ ദൈവം കൊടുത്തു. ദൈവത്തെ ആരാധിക്കുന്ന ആ ഗ്രൂപ്പ്, ആദാം, ശേത്ത്, ഏനോസ്, കേനാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് പറഞ്ഞു വരുമ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരായിരുന്നു. അവരിൽ ഏഴാമത്തെ ആളായിരുന്നു ഹാനോക്ക്. അതുപോലെ തന്നെ ആദാമിന്റെ ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ ദൈവം കൊടുത്ത മാർഗം വിട്ടിട്ട് സ്വന്തം ബുദ്ധിയുടെ പ്രമാണത്തിൽ മാനുഷിക രീതിയിൽ ദൈവത്തിന് ബദലായി, ദൈവത്തിനെതിരായി ജീവിച്ചതായ കയീന്റെ പരമ്പരയിലെ ഏഴാമത്തെ ആളിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഏഴാമത്തെ ആളിന്റെ പേര് ലാമേക്ക് എന്നാണ്. ലാമേക്ക് ഈ നല്ല തലമുറയിലും ഒരാളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന കയീന്റെ തലമുറയിലെ ലാമേക്ക് ഏഴാമനായ ആളായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. കയീൻ മുതലുള്ളതായ ഏഴാമത്തെ ആളായിരുന്നു. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു. കയീനെ കുറിച്ച് വായിച്ച് അവിടെ വരുമ്പോൾ ലാമേക്കിനെ കുറിച്ച് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ലാമേക്കിന്റെ കാലത്ത് ലാമേക്ക് ചെയ്തത് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവന്റെ കാലമായപ്പോഴത്തേക്ക് സിവിലൈസേഷൻ ഒത്തിരി അങ്ങ് പുരോഗമിച്ചു. മനുഷ്യൻ പല കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കുവാൻ ഇടയായി തീർന്നു. കണ്ടുപിടിച്ചത് ആയുധങ്ങൾ ഉണ്ടാക്കുവാനാണ്. ഇരുമ്പായുധങ്ങള്, മരം കൊണ്ടുള്ള ആയുധങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് മാത്രമല്ല കവിത എഴുതുന്ന ആളായിട്ടാണ് ലാമേക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവനൊരു പാട്ട് പാടി കേൾപ്പിക്കുന്നു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. അവരോട് പറയുകയാണ്, അവരെ ചൊല്ലി കേൾപ്പിക്കുന്ന പാട്ടാണ്. ആരെയും സെല്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, കയീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. ഈ കാലഘട്ടത്തിലാണ് ലാമേക്ക് ജീവിച്ചിരുന്നതായ ദൈവത്തിനെതിരായി പകരം ചെയ്യുവാനും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുവാനും നിഷ്ഠുരരായ പാപികളെ കൊണ്ട് ചുറ്റുപാടുകൾ ഉള്ളതായ ഒരു കാലഘട്ടത്തിലാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നത്. അപ്പോൾ ഹാനോക്ക് അന്നായതുകൊണ്ട് ആ ദൈവത്തോട് നടന്നത് ഇന്ന് കുറെ കൂടെ പ്രയാസമുള്ള കാര്യമാണെന്ന് നമ്മൾ ആരും പറയാൻ പാടില്ല. കാരണം നമ്മൾ ജീവിച്ച പോലെ തന്നെ അന്നത്തെ ഹാനോക്കിന്റെ ജീവിതകാലത്തെ കണ്ടുപിടുത്തങ്ങളുടെ നടുവിൽ മനുഷ്യർ മാനുഷിക രീതിയിൽ ദൈവത്തെ വിട്ട് ജീവിക്കുന്ന ആ വല്ലാത്ത തലമുറയുടെ നടുവിലാണ് ഹാനോക്ക് ജീവിക്കുവാൻ ഇടയായി തീർന്നത്. ആ കാലഘട്ടത്തിലാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചത്. അവൻ ദൈവത്തോടുകൂടെ നടക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത നല്ലൊരു കൂട്ടം ആളുകൾ. അതിന്റെ നടുവിൽ ഹാനോക്കിന് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തെ ഹാനോക്ക് പ്രസാദിപ്പിച്ചത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ആദാമിന്റെ പാപം ചെയ്ത ആദാമിന്റെ തലമുറയെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്.
ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ പാപം ചെയ്തവരാണ്. എന്നാൽ ആ തലമുറയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഹാനോക്കിനിടയായി തീർന്നത് വിശ്വാസത്താലാണ്. മനുഷ്യന്, ഭാവിയായ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിൽ നകന്നു പോയവനാണ് എന്നുള്ളത് മനസ്സിലാക്കി. എന്നാൽ പിതാക്കന്മാർ പറഞ്ഞനുസരിച്ച് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നും അതുവരെ വിശ്വാസത്താൽ മൃഗങ്ങളെ അറുത്ത് അതിന്റെ യാഗം കൊണ്ട്, അതിന്റെ രക്തം കൊണ്ട് യാഗാർപ്പണം നടത്തണമെന്നുമുള്ള ആ പഠിപ്പിക്കുക, ആ വിശ്വാസം, ആ ഉപദേശം ഹാനോക്കിന്റെ ജീവിതത്തിൽ ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. തനിക്ക് അത് ലഭിച്ചത് 65-ാമത്തെ വയസ്സിലാണ്. 65-ാമത്തെ വയസ്സ് മുതലാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തോടുകൂടെ എങ്ങനെയാണ് നടക്കുവാൻ കഴിയുന്നത്? ദൈവം വിശുദ്ധനായ ദൈവമാണ്, മനുഷ്യർ പാപികളാണ്. ആമോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആമോസ് 3:3, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാമോ? രണ്ടുപേർ ഒന്നിച്ച് ചേർന്നെങ്കിൽ മാത്രമേ, ഒരേ ഐഡിയ ഉള്ളവർക്ക് മാത്രമേ, ഒരേ ആശയമുള്ളവർക്ക് മാത്രമേ ഒന്നിച്ച് നടക്കുവാനായിട്ട് കഴിയുള്ളൂ. വലിയ റെക്കോർഡാണ് ഹാനോക്ക് സൃഷ്ടിച്ചത്. 300 വർഷക്കാലം ദൈവത്തോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം ഹാനോക്കിന് ഇടയായി തീർന്നു. നാം അതിന്റെ ഇടയ്ക്ക് ഓർത്തു കൊള്ളണം, ചിലരുടെ വിചാരം ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ സന്യാസി വേഷം ധരിച്ച് മലകളിലൊക്കെ പോയി ധ്യാനിച്ച് മറ്റാരുമില്ലാതെ ഒരു മനുഷ്യനെയും കാണാതെ അങ്ങിരിക്കാവുന്ന രീതിയിൽ പരിശുദ്ധനായി വിശുദ്ധനായി ജീവിക്കാവുന്നതാണ്. എന്നാൽ ഹാനോക്ക് കുടുംബജീവിതം നയിക്കുന്ന ആളായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഭാര്യയും മക്കളും ഉള്ളപ്പോൾ തന്നെ ദൈവത്തോടുകൂടെ നടക്കാം. അങ്ങനെ നടന്നെങ്കിലേ അതേ ശരിയായിട്ടാകുന്നുള്ളൂ വിശ്വാസ ജീവിതം. അതുകൊണ്ടാണ് ഹാനോക്ക് കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ സഹിതം, ദൈവത്തിന്റെ പ്രത്യേകമായ ആ കമ്പാനിയൻഷിപ്പ്, ഫെലോഷിപ്പ് നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കൂടെ നടക്കുന്ന 300 വർഷക്കാലം കൂടെ നടക്കുന്ന ഹാനോക്കിന്റെ ജീവിതം ഒന്ന് ഓർത്ത് നോക്കുക. എന്നും ഹാനോക്കും ദൈവവും കൂടെ ഒന്നിച്ച് നടക്കുകയാണ്. പി മേയർ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദേവദാസൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ഒരു ഇല്ലുസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി സൺഡേ സ്കൂളിൽ പോയിട്ട് തിരികെ വന്ന സമയത്ത് മാതാവ് ചോദിച്ചു, ഇന്ന് എന്താണ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതെന്ന്. എന്ന് പറഞ്ഞു, ഹാനോക്കിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. എന്താണ് ഹാനോക്കിനെ കുറിച്ച് നീ മനസ്സിലാക്കിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നും ദൈവം സ്വർഗത്തിൽ ഇറങ്ങി വന്ന ഹാനോക്കിന്റെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരു ദിവസം നടന്ന് ഒത്തിരി ദൂരെ അങ്ങ് പോയപ്പോ ഹാനോക്ക് പറഞ്ഞു, കർത്താവേ ഇത്രയും നേരമായല്ലോ, ഇനി ഞാനങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോനെ ഹാനോക്കേ, നിന്റെ വീട് ഒത്തിരി ദൂരെ ആയിപ്പോയി. ഇപ്പൊ എന്റെ വീടിനോട് നീ ഒത്തിരി അടുത്തോണ്ട് ഇനി നീ നിന്റെ വീട്ടിലോട്ട് പോകണ്ട, എന്റെ വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് ഹാനോക്കിനെ ദൈവത്തിന്റെ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോയി എന്ന് അദ്ദേഹം ഇങ്ങനെ ഇല്ലുസ്ട്രേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തോടു കൂടെ നടന്നതായ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് എല്ലാ ദിവസവും നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവന് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരോട് ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം എപ്പോഴും ഇടപെടുന്ന ദൈവമാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, പരിചയമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവന്റെ നിയമങ്ങളെ അവരെ അറിയിക്കുന്നു. ദൈവത്തിന്റെ ആ ഫ്രണ്ട്ഷിപ്പ്, ദൈവത്തിന്റെ ആ സഹിത്വം ആർക്കാണ് ലഭിക്കുന്നത്? ഭൂമിയിൽ ജീവിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന എന്താണ്? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ദൈവം പറഞ്ഞു, അബ്രഹാമിനോട് മറച്ചു വെക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്ന്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, സോദോമിനെ ഞാൻ നശിപ്പിക്കാൻ പോകുകയാണ്, സോദോമിന്മേൽ തീ ഇറക്കാൻ പോകുകയാണ്. ഇതാണ് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. അവരോട് കൂടെ നടക്കുന്ന ദൈവമാണ്. ഒരു ഇംഗ്ലീഷ് പാട്ട് എഴുതിയതായ ദേവദാസൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അദ്ദേഹം വളരെ
വ്യക്തമായി യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷമായി യഹൂദനായ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ പറയുന്ന എല്ലാം ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, യേശു കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് നിനക്ക് എന്താണ് ശാസ്ത്രീയമായി തെളിവ് പറയാനുള്ളതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശാസ്ത്രീയമായി, ആർക്കിയോളജിക്കലായി, ചരിത്രപരമായി ഇഷ്ടം പോലെ തെളിവ് തരാൻ എനിക്ക് കഴിയും. എന്നാൽ അതിലൊക്കെ ഉപരിയായി he walks with me and talks with me. ഇന്നും എന്റെ കർത്താവ് എന്നോട് സംസാരിച്ചു, ഇന്നും എന്നോട് ഇടപെട്ടു, എന്നോട് ചേർന്ന് നടന്നു. ഇതാണ് ഒരു ദൈവവേദലിന് ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഭാഗ്യപദവി. യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ അവരുടെ നിയമങ്ങൾ അവരെ അറിയിക്കുന്നു. ഏറ്റവും അടുത്ത് നടക്കുന്ന ഫ്രണ്ട്സിനോടാണ്, സ്നേഹിതരോടാണ് കാര്യങ്ങളെല്ലാം പറയുവാൻ തക്ക ഇടയായി തീരുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, അതിന്റെ ഔട്ട്ലൈൻസ് പെട്ടെന്ന് പറഞ്ഞ് നോഹയുടെ വിഷയവും അതുപോലെ ഗോത്രപിതാക്കന്മാരുടെ കാര്യമൊക്കെ പഠിപ്പിക്കാനാണ് താല്പര്യപ്പെട്ടതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാനോക്കിന്റെ ജീവിതം, അവൻ ദൈവത്തോടു കൂടെ നടന്നത് കുറെ കൂടെ പറയുവാൻ, ഈ ക്ലാസ്സിൽ പറയുവാൻ എന്റെ ഹൃദയത്തിൽ ദൈവം പ്രേരണ തന്നുകൊണ്ടാണ് ഞാൻ പ്രസ്താവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആരോടും പറയാൻ കഴിയാതെ. നാം ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും, നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എല്ലാ കാര്യവും നമ്മൾ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടോ? പറയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഹൃദയത്തിന്റെ ഉള്ളിൽ തിങ്ങുന്നതായ വ്യസനിപ്പിക്കുന്നതായ എത്രയോ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഇതെല്ലാം പറയാൻ കൊള്ളാവുന്ന ഒരു നല്ല സ്നേഹിതനാണ് നമ്മുടെ കർത്താവ്. കഴിഞ്ഞ ദിവസം ന്യൂസ് ഒക്കെ വാച്ച് ചെയ്തവർക്കറിയാം, വളരെ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ ചെസ്റ്റർ കൗണ്ടിയില് 2 പെൺകുട്ടികൾ 110 മൈൽ സ്പീഡിൽ പോകുന്ന അസൈല ആൻഡ്രാക്കിന്റെ ട്രെയിൻ മുട്ടി മരിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ആ പെൺകുട്ടികൾക്ക് അന്ന് വ്യാഴാഴ്ച ദിവസം ഇവിടെ സ്കൂളിലായിരുന്നു, അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. 9:00 അവർ ക്ലാസ്സിൽ നിറങ്ങിയതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത് അവര് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചതും എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ, വിറ്റ്നസും കൂടെ കണക്കാക്കുമ്പോൾ അവർ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുള്ള കാരണം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് കഴിഞ്ഞ ജനുവരി 19 റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാർ ഇടിച്ച് പെട്ടെന്ന് മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഡിപ്രഷനിലായി ആ പെൺകുട്ടി. എന്നാൽ അതിൽ റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഫാമിലി പറയുന്നത്. എന്നാൽ അന്ന് അവളുടെ ഈ സങ്കടത്തിൽ അവളോട് കൂട്ടുചേരാനായി 3 പെൺകുട്ടികൾ ഒരുമിച്ചാണ് സൂയിസൈഡ് ചെയ്യാൻ പോയതെന്നാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത്. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ ഒരു പെൺകുട്ടി മനസ്സ് മാറി, അവള് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്ക ഇടയായി തീർന്നു. എന്തോ ഒരു ബുദ്ധികേടാണ് മനുഷ്യർ ചെയ്യുന്നത്. എന്നാൽ വിഷമം വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നാം അങ്ങ് ചിന്തിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കാൻ നാം എല്ലാവരും ഉറച്ച വിശ്വാസികളും നല്ല വിശ്വാസികളും ഒക്കെ ആയിരിക്കും. എന്നാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടില്ലയോ, ദൈവം എടുത്താൽ മതിയായിരുന്നു എന്ന നിരാശ തോന്നാതിരുന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഇന്ന് പോൽക്കാലം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മോട് സംസാരിക്കുന്ന, കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവനൊരിക്കലും നമ്മളെ കൈവിടുന്നവനല്ല, ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്ന് പാടുന്ന പാട്ട് നമുക്കൊക്കെ അറിയാവുന്ന ഇംഗ്ലീഷ് പാട്ടാണ്. ജോസഫ് സ്ക്രിവൻ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ മാതാവിന്റെ രോഗക്കിടക്കയിൽ രോഗത്തിന് ഒരാശ്വാസം കിട്ടുവാനായി അയർലൻഡിൽ തന്റെ മാതാവിന്റെ രോഗക്കിടക്കയിൽ എഴുതിയ ഒരു പോയമാണ്. അതാരും അന്ന് അത്രമാത്രം ശ്രദ്ധിച്ചില്ല. എന്നാൽ കുറെ കാലം കഴിഞ്ഞ് തന്റെ നെയ്ബറാണ് ആ പാട്ട് കണ്ടുപിടിക്കുവാനൊക്കെ ഇടയായി തീർന്നത്. മോഡിയുടെ സന്തത സഹചാരിയും പാട്ടുമൂലം അനേകർ ദൈവഭാഗ്യത്ത് വന്നതുമായ സാങ്കി പാട്ട് ചേർത്ത് എഴുതിയ സമയത്ത് തന്റെ സോൺ ബുക്കിൽ ഏറ്റവും ലാസ്റ്റിലെ പാട്ടായിട്ടാണ് ഇത് എഴുതിയത്. എന്നാൽ പിന്നീടുള്ള പാഠപുസ്തകത്തിലെല്ലാം ആദ്യത്തെ പാട്ടായിട്ട് ഇത് വരുവാൻ തക്ക ഇടയായി തീർന്നു. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അയർലൻഡിൽ വളരെ ദൈവഭക്തിയോടുകൂടെ ജീവിച്ചു വന്ന താൻ തന്റെ ജീവിതത്തിൽ ഗ്രാജുവേറ്റ് ചെയ്തതിനു ശേഷമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. തന്റെ വിവാഹത്തിന്റെ തലേ ദിവസം ആ സുന്ദരിയായ പെൺകുട്ടി വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുവാൻ തക്ക ഇടയായി തീർന്നു. അതിനുശേഷമായി താൻ വളരെ നിരാശയുള്ളവനായി തീർന്നു. എന്നാൽ ദൈവം തനിക്ക് ശാന്തിയും സമാധാനവും നൽകി തന്റെ ബാക്കി ലൈഫ് മുഴുവൻ കർത്താവിന് വേണ്ടി വേർതിരിക്കുവാൻ തക്ക ഇടയായി തീർന്നു.
താൻ കാനഡയിലേക്ക് വന്ന് അവിടെ ദുഃഖം അനുഭവിക്കുന്ന ആരും ശരണമില്ലാത്ത പ്രായമുള്ള ആളുകളെ അവരെ ഹെൽപ്പ് ചെയ്യുവാൻ, അവർക്ക് വിറവ് വെട്ടിക്കീറി കൊടുക്കുവാൻ, അവരുടെ തുണി അലക്കുവാൻ, ആരെങ്കിലും എന്തെങ്കിലും തിരിച്ചു ചെയ്യുമെന്ന് കഴിവുള്ളവരാണെങ്കിൽ താൻ അവരെ ആരെയും ഹെൽപ്പ് ചെയ്യത്തില്ല. എന്നാൽ തിരിച്ച് ഒരു പാരിതോഷികവും കൊടുക്കാൻ കഴിയാത്ത സാധുക്കളായ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം തീർന്നു. ജോസഫ് സ്ക്രിവൻ തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്റെ പ്രിയപ്പെട്ട ആ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടി മരിച്ചു പോയപ്പോൾ അതുപോലെ പല ട്രാജഡികൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നടുവിലെല്ലാം തനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ഒന്നാണ്, നല്ല സ്നേഹിതനാണ് എന്റെ കർത്താവ്, അവൻ എന്റെ അടുക്ക നിൽക്കുന്നവനാണ്. അവന്റെ കർത്താവിനോട് നമുക്ക് ഏത് കാര്യവും തുറന്നു പറയുവാനായി സാധിക്കും. കർത്താവ് നമ്മോടും തുറന്ന് സംസാരിക്കുന്നവനാണ്. അങ്ങനെ കർത്താവിനോട് ആരോഗ്യ കൂടെ നടന്നപ്പോൾ തന്റെ നേരെ പറഞ്ഞ ദുഷ്ടൂരങ്ങൾ, ഭാവികളായുള്ള ആളുകളുടെ പ്രവൃത്തികൾ, ഇതൊക്കെ കൊണ്ട് മനം നൊന്ന് ദൈവത്തോട് സംസാരിക്കുമായിരുന്നു. ദൈവത്തോട് സംസാരിച്ചപ്പോൾ ദൈവം തന്നെ ഹാനോക്കിനോട് പറയാണ്, 1000 വിശുദ്ധന്മാരോടുകൂടെ അവൻ വരുന്നുണ്ട്, ഇവരെയെല്ലാം ന്യായം വിധിക്കാൻ വരുന്നുണ്ട്. അതാണ് താൻ പ്രവചിക്കുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ ഭാരങ്ങളെല്ലാം ദൈവത്തോട് പറയുമ്പോൾ നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവനോട് ചേർന്ന് നടക്കുവാൻ ഇടയായി തീരണം. അതുകൊണ്ട് ഹാനോക്കിനെ ഉണ്ടാകാൻ പോകുന്ന വലിയ ന്യായവിധിയെ കുറിച്ച് ദൈവം പറഞ്ഞിരുന്നു. ദൈവം ആ പ്രവചനം ഹാനോക്കിന് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് ഒരു മകൻ ജനിച്ചപ്പോൾ അവന് മെതുശലേഹ എന്ന് പേരിടുവാൻ ഇടയായി തീർന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മെതുശലേഹിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ വരുന്ന ആളാണ്. 969 വർഷക്കാലം മെതുശലേഹ് ജീവിച്ചിരിക്കുവാൻ ഇടയായി തീർന്നു. ഒരു ദൈവദാസൻ പറയുന്നത്, എങ്ങനെയെങ്കിലും മനുഷ്യൻ മനസാന്തരപ്പെടുന്നുവെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ച് ദൈവം ഈ മെതുശലേഹിന്റെ ആയുസ് അങ്ങ് വലിച്ചു നീട്ടി കൊണ്ടുപോയിരുന്നു. അതുകൊണ്ടാണ് 969 കാരണം ഹാനോക്കിനോട് ദൈവം പറഞ്ഞു, ഇവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്ന്. മെതുശലേഹ് മരിക്കുമ്പോൾ പ്രളയം ഉണ്ടാകുമെന്ന്, ന്യായവിധി ഉണ്ടാകുമെന്ന്, ദൈവത്തിനെതിരെ ജീവിക്കുന്ന ഈ സമൂഹത്തിനെല്ലാം വലിയ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് ഹാനോക്കിനോട് പറഞ്ഞു. ഹാനോക്ക് അത് വിശ്വസിച്ചു. മെതുശലേഹ് എന്ന മകന് പേരിട്ടു. മെതുശലേഹ് അതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. മെതുശലേഹിന് 187 വയസ്സായപ്പോൾ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്കിന് 182 വയസ്സായപ്പോൾ നോഹയെ ജനിപ്പിച്ചു എന്ന് വായിക്കുന്നു. അങ്ങനെ നമ്മൾ ആ വർഷം ഒന്ന് കണക്കാക്കി നോക്കിയാൽ 969 നിന്ന് 187 കുറച്ചാൽ 782 വർഷക്കാലം. 182ാമത്തെ വയസ്സിലാണ് ലാമേക്ക് ജനിക്കുന്നത്. അതിൽ 182 കൂടെ കുറയ്ക്കുമ്പോൾ 600 എന്ന് പറഞ്ഞാൽ നോഹയ്ക്ക് 600ാം വയസ്സിലാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 600ാമത്തെ വയസ്സിലാണ് ജലപ്രളയം ഉണ്ടായത്. അന്ന് ആ വർഷമാണ് ലാമേക്ക്, ഈ വല്യപ്പച്ചൻ മരിക്കുന്നത്, അല്ലെങ്കിൽ ഹാനോക്കിന്റെ മകൻ മരിക്കുന്നത്. അവൻ മരിച്ച സമയത്ത് പ്രളയം ഉണ്ടായി, ന്യായവിധി ഉണ്ടായി. ഹാനോക്ക് അതുപോലെ വിശ്വസിച്ചിരുന്നു. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന് ഈ രഹസ്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. നമുക്ക് ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയാം. എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, നമ്മുടെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വ്യക്തമായും കൃത്യമായും നന്നായി നമ്മോട് പറയുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മോടുകൂടെ നടക്കുന്നവനാണ്. എപ്പോഴും അവൻ നമ്മോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തോടുകൂടെ നടക്കുന്നത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല വീട്ടിൽ 2 സഹോദരന്മാർ ജനിക്കുവാൻ ഇടയായി തീർന്നു. 2 സഹോദരന്മാരില് മൂത്ത ആള് തീരുമാനിച്ചു, എനിക്ക് എന്റെ കുടുംബത്തിന്, എന്റെ ഫാമിലിക്ക് ഒരു നല്ല പേരുണ്ടാക്കി കൊടുക്കണം, എന്നെ ലോകം അറിയപ്പെടുവാൻ ഇടയായി തീരണം. അതിനുവേണ്ടി താൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇളയാള് അതിനൊന്നും പോയില്ല. ഇളയാള് തന്റെ ചെറുപ്പകാലത്ത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. തന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ ചൈനയില് ഇംഗ്ലണ്ട് മിഷണറിയായി ഹഡ്സൺ ജെ ടൈലർ തീരുവാൻ ഇടയായി തീർന്നു. ഈ തന്റെ സഹോദരനെ കുറിച്ച് എൻസൈക്ലോപീഡിയ എടുത്ത് നോക്കിയാൽ താൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ലോകത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എൻസൈക്ലോപീഡിയയിൽ ഒരൊറ്റ വാചകമേ എഴുതിയിട്ടുള്ളൂ, വലിയ മിഷണറിയായി തീർന്ന ഹഡ്സൺ ടൈലറിന്റെ ബ്രദർ എന്ന്.
ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരുടെ ജീവിതം എത്രയോ ശ്രേഷ്ഠമേറിയതാണ്. വലിയ പേര് കിട്ടുവാൻ ലോകത്തിന് മുൻപായി പോയവരൊക്കെ ലജ്ജിതരായി തീരുമ്പോൾ ദൈവത്തോടുകൂടി നടക്കുന്ന ജീവിതം എത്രയോ ശ്രേഷ്ഠമേറിയതാണ്. അപ്പോൾ ഒന്ന്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു. രണ്ട്, അവൻ ദൈവത്തോടുകൂടെ നടന്നു, കൂടെ നടക്കുന്ന ദൈവം. മൂന്നാമതായി ഹാനോക്കിനെ ദൈവം എടുത്തു എന്നാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലെല്ലാം ആ ഓരോ പാരഗ്രാഫും തീരുമ്പോൾ ദൈവൻ മരിച്ചു എന്നെഴുതുമ്പോൾ മരണമില്ലാത്ത ഒരു ലിസ്റ്റാണ്, ഒരു പേരാണ് ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത്. മരണത്തെ പോലും പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിനു വേണ്ടി ജീവിച്ച, ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച ഹാനോക്കിന്റെ ജീവിതം കൊണ്ട് ഇടയായി തീർന്നു. ഹാനോക്കിന്റെ ജീവിതം ഞാൻ ഓർപ്പിച്ചുവല്ലോ, നമുക്കൊക്കെ ലഭിക്കാൻ പോകുന്ന ആ റാപ്ചറിന്റെ ഒരു പ്രത്യേകതയോടാണ്, ഒരു നിഴലൂടെയാണ് ഹാനോക്കിന്റെ ജീവിതം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവനെ എടുത്തു. ഏലിയാവിനെ ദൈവം എടുത്തുകൊണ്ടതിന് ശേഷമായി ആളുകളൊക്കെ പോയി മലയിലും കാട്ടിലും ഒക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാനൊക്കെ പോയി. അതുപോലെ അന്നത്തെ കാലത്ത് ആളുകളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു പോയി കാണും, ഹാനോക്ക് എവിടെ പോയി എന്ന്. എന്നാൽ അനേക വർഷങ്ങൾക്ക് ശേഷമായി എബ്രായ ലേഖനകാരൻ പറയാണ്, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാ പേരെ കുറിച്ചും അനേക വർഷങ്ങൾ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ച്, എന്നാൽ അതിന്റെ വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും 365 വർഷമേ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും മരണം കൂടാതെ എടുക്കപ്പെട്ട ഹാനോക്ക്, അവന്റെ ആ ജീവിതം എത്ര ശ്രേഷ്ഠമേറിയതാണ്. ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്ന് ഒരു ദിവസം അങ്ങ് ടേക്ക് ഓഫ് ചെയ്തു ദൈവസന്നിധിയിലേക്ക്. അതുപോലെ തന്നെ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അബ്രഹാം ദൈവം തനിക്ക് വേണ്ടി വെച്ചിരുന്ന ആ സ്പിരിച്വൽ വേൾഡ്, ആ ഔട്ടർ സ്പേസ്, സ്പിരിച്വൽ സ്പേസിനെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുള്ളവനായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന അവനത് കണ്ടുവെന്ന് മാത്രമല്ല, അവിടെ തനിക്ക് ഇൻഹെറിറ്റൻസ് ലഭിക്കുവാൻ ഇടയായി തീർന്നു. പിന്നെ അതുപോലെ ഭക്തന്മാരെയൊക്കെ കാണുന്നുണ്ട്. ഏലിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിനെ ദൈവം എടുത്തു എന്ന് വായിക്കുന്നു. അഗ്നിരഥങ്ങള് ഏലിശ കാണുവാൻ ഇടയായി തീർന്നു. ഏലിശായിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ദൈവം കൊടുത്തു. അതിനുവേണ്ടി ദൈവം തന്റെ ലിമോസിൻ അയച്ചു, സ്വർഗീയ രഥങ്ങൾ. ആ രഥത്തിൽ താൻ ടേക്ക് ഓഫ് ചെയ്തു. ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സ്പേസിലേക്ക് പോകുന്ന എല്ലാ സ്പേസ് ഷിപ്പും പോകുന്നതിന് മുമ്പായി നമ്മൾ ന്യൂസ് ശ്രദ്ധിച്ചാൽ അവിടെ കേൾക്കാൻ സാധിക്കും 10, 9 ഇങ്ങനെ താഴോട്ട് എണ്ണി 1, 0 ലിഫ്റ്റ് ഓഫ്. ഈ ഏലിയാവ് ലിഫ്റ്റ് ഓഫ് ചെയ്തപ്പോൾ ആരും എണ്ണാനായിട്ടില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് സമയമായപ്പോൾ ടേക്ക് ഓഫ് ചെയ്തു. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് ഇതാണ് നടക്കാൻ പോകുന്നത്. ആരും ഹാനോക്കിന്റെ ജീവിതത്തിൽ ഒരു കണ്ണുനീര് ഒഴിക്കേണ്ടി വന്നില്ല, ഒരു ശവപ്പെട്ടി ഉണ്ടാക്കേണ്ടി വന്നില്ല, ഒരു കല്ലറ ഉണ്ടാക്കേണ്ടി വന്നില്ല. ഭൂമിയിൽ ജീവനോട് ശേഷിക്കുന്ന നമ്മുടെ ജീവിതകാലത്താണ് കർത്താവ് വരുന്നെങ്കിൽ ആരും കരയേണ്ടി വരത്തില്ല, ആരും ദുഃഖിക്കേണ്ടി വരത്തില്ല, ട്യൂണറിനെ കുറിച്ച് വിഷമിക്കേണ്ടി വരത്തില്ല. നാം ടേക്ക് ഓഫ് ചെയ്യാനുള്ള സമയമായി നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാം. അവൻ നമ്മോടുകൂടെ നടക്കുന്നവനാണ്. ആ അങ്ങേ ലോകത്തെ കുറിച്ചുള്ള കർത്താവിനോടുകൂടെ ആയിരിക്കുന്ന ആ വലിയ പ്രത്യാശയാൽ നമ്മുടെ ഉള്ളം നിറയുവാൻ ഇടയാകട്ടെ. ഇതുപോലെ കാലം കൂടെ നടക്കുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങളൊക്കെ പറയുവാൻ പറ്റിയ ഒരു നല്ല യേശു നമുക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, സ്നേഹിതേ